കനയ്യകുമാർ എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി ഉയർത്തിയ ഒരു പ്രതിഷേധം അത് രാജ്യവ്യാപകമായി അലയടിച്ചു. ആ നിലയ്ക്കുള്ള ഒരു ഉശിരുള്ള ഒരു പ്രതിഷേധം ഡിവൈഎഫ്ഐയിൽ നിന്ന് കണ്ടിട്ട് കുറേ കാലമായി. ഈ ഡിവൈഎഫ്ഐ നടത്തുന്ന സമരങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ടാണോ? അല്ല, ഇത്തരത്തിലുള്ള സമരങ്ങളുടെ പ്രാധാന്യം, മാധ്യമ പ്രാധാന്യം കിട്ടുന്നില്ല എന്നതുകൊണ്ട് ഈ സമരങ്ങൾ നടക്കുന്നില്ല എന്ന് കരുതി JNU പ്രസിഡന്റായ കനയ്യകുമാറിനെ അറസ്റ്റ് ചെയ്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ രാജ്യ തലസ്ഥാനത്ത് നടന്നൊരു സംഭവം എന്ന നിലയിലാണ്. JNUവിന് എല്ലാ കാലത്തും ഒരു ദേശീയ പ്രാധാന്യമുണ്ട്, എല്ലാ കാലത്തും ഉണ്ട്. JNUവിലെ തെരഞ്ഞെടുപ്പ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പ്രാധാന്യത്തോടെയാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ JNUവിലൊരു പ്രശ്നം എന്ന നിലയ്ക്ക് അതിന് രാജ്യവ്യാപകമായിട്ടുള്ള പ്രാധാന്യവും കിട്ടി. ആ പ്രശ്നത്തിൻ്റെ ഗൗരവം കൊണ്ട് അതിനനുസരിച്ച് പ്രതികരണവും വന്നു. അതുണ്ടാക്കുന്നതിൽ പങ്കുവച്ച സംഘടനയാണ് ഡിവൈഎഫ്ഐയും. മറ്റ് സംഘടനകളെ പോലെ അത് ഉണ്ടാക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്കുവച്ച സംഘടനയാണ് ഡിവൈഎഫ്ഐ. ഡിവൈഎഫ്ഐയും AIYFും ഒരുമിച്ചാണ് ഡൽഹിയിൽ യുവജന കൺവെൻഷനൊക്കെ നടത്തിയിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഇടപെടലുകളെല്ലാം ഇന്ത്യയിൽ ഒരു യുവജന സംഘടനയും, ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ യുവജന സംഘടന, ഞങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ യുവജന സംഘടനയല്ല. ഞാൻ CPIM-ലുണ്ടെന്നുള്ളത് ശരിയാണ്, പല DYFI നേതാക്കളും ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ DYFIയുടെ അംഗങ്ങൾ ബഹുഭൂരിപക്ഷവും CPIM-കാരല്ല, CPIM-ലെ അംഗങ്ങളെ അല്ല. അപ്പോൾ പക്ഷേ ഭരിക്കുന്ന പാർട്ടിയുടെ യുവജന സംഘടന എന്ന് അവകാശപ്പെടുന്ന യുവമോർച്ചയുണ്ട് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ, യൂത്ത് കോൺഗ്രസ് ഉണ്ട്. അവരെയൊന്നും ഈ സമരമുഖങ്ങളിലോ അല്ലെങ്കിൽ ഈ ബാക്കി സമരങ്ങളുടെ കാര്യം അവിടെ മാറ്റിവെക്കാം നമുക്ക്. ഈ ചെന്നൈ ഫ്ലഡ് നടന്നപ്പോൾ, അതുപോലെ നമ്മുടെ ആസാമിലെ വംശീയ സംഘർഷങ്ങൾ നടന്നപ്പോൾ, നേപ്പാളിലെ ഭൂകമ്പം നടന്നപ്പോൾ ഒക്കെ സഹായിക്കാൻ DYFI ഉണ്ടായിട്ടുള്ളൂ. ഈ സംഘടനകളെയൊന്നും കണ്ടില്ല. ഇവരൊക്കെ വലിയ സംഘടന അവകാശപ്പെടുന്നുണ്ടെങ്കിൽ യുവമോർച്ചയുടെ കാര്യം പറഞ്ഞു, അവരവരുടെ സങ്കുചിത താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിലും പ്രചരിപ്പിക്കുന്നതിലും അവർ വിജയിക്കുന്നുണ്ട്. അതിനെ കൗണ്ടർ ചെയ്യുന്ന DYFI അല്ല. യുവജന സംഘടന എന്ന നിലയിൽ യുവമോർച്ചയൊന്നും നിങ്ങൾക്ക് എവിടെയും കാണാനാവില്ല, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ എവിടെയും കാണാനാവില്ല. അവർക്ക് ഒരു ചെറിയ സംഘടനയെന്നല്ല, പക്ഷേ അവരൊരു സംഘടന, യുവജന സംഘടന എന്ന നിലയിൽ പ്രത്യേകമായൊരു ഐഡൻറ്റിറ്റിയോ പ്രത്യേകമായ പരിപാടിയോ ഇല്ല. ശരിയാണ്, BJPയുടെയും സംഘപരിവാറിൻ്റെയും പ്രവർത്തനങ്ങളിൽ അവരുണ്ട്. അതെ. ഇപ്പോൾ 1987 തോന്നുന്നു DYFI കേരളത്തിൽ നടത്തിയ മനുഷ്യച്ചങ്ങല, അത് രാഷ്ട്രീയത്തിന് അതീതമായി പൊതുസമൂഹത്തിൻ്റെ വലിയ പിന്തുണ അതിന് കിട്ടിയിരുന്നു. ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു, പക്ഷേ ആ ഒരു സമര ആശയത്തെ കവച്ചു വയ്ക്കുന്ന ഒരു നൂതനമായ സമരമാർഗം DYFIക്ക് പിന്നീട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. വിഷയങ്ങളില്ലാത്തതുകൊണ്ടാണോ? തീർച്ചയായിട്ടും DYFIയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിൽ കാര്യമില്ല. 2-3 തവണ ആവർത്തിച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും മനുഷ്യച്ചങ്ങല ഞാൻ പറഞ്ഞു, അതിനെ അതിജീവിക്കുന്ന ഒരു സമരമാർഗം, വളരെ ഒരുപക്ഷെ ജനങ്ങളുടെ ആകാംക്ഷ ഉണർത്തുന്ന, അവരുടെ പിന്തുണ ആർജിക്കുന്ന ഒരു സമരം. തീർച്ചയായിട്ടും സമരങ്ങൾ കുറെ കൂടി നവീനമാവണം, പുതുമയുള്ളതാവണം, സർഗാത്മകമാവണം എന്നാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നൊരു കാര്യം. അത്തരത്തിലുള്ള സമരമാർഗങ്ങൾ നമുക്കെപ്പോഴും ഈ ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തുന്നതിന് പുതിയ സമരമാർഗം കണ്ടെത്താൻ പറ്റില്ല. മനുഷ്യച്ചങ്ങല എന്നുള്ളത് വളരെ പകരം വെക്കാൻ പറ്റാത്തൊരു സമരമാർഗമാണ്, അല്ലെങ്കിൽ അതിനൊരു വേറെ പതിപ്പുണ്ടാക്കാൻ പറ്റുന്നതല്ല. പക്ഷേ ശ്രദ്ധേയമായ സമരമാർഗങ്ങൾ, ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹം നിങ്ങൾ തന്നെ പറഞ്ഞു, അതേപോലെ തന്നെ കേരളത്തിൽ ഒരു വലിയ ഡിബേറ്റ് ഉയർത്തിക്കൊണ്ടുവരാനും കേരള സമൂഹത്തിൽ എല്ലാവർക്കും ഒരു നിലപാടെടുക്കാൻ നിർബന്ധിതമാക്കുകയും ചെയ്ത സമരമാർഗ്ഗമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം. കൃത്യമായിരുന്നു, നെല്ലും പതിരും തിരിഞ്ഞിരുന്നു ആരെവിടെ നിൽക്കുന്നു എന്നുള്ളത്. കാരണം DYFI ഉയർത്തിയ ഡിബേറ്റ് ആയിരുന്നു അത്. പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് ഞങ്ങൾ നടത്തിയ നൈറ്റ് അസംബ്ലി, അത് ഒരുപക്ഷെ കേരളത്തിൽ അതൊന്നും പുതിയ കാര്യമല്ല, പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ വലിയ സംഭവമായിരുന്നു. ഇപ്പോൾ ഞാൻ പറയാം, ലക്നൌവിലും ഗുവാഹട്ടിയിലും റാഞ്ചിയിലുമൊക്കെ സ്ത്രീകളെ അണിനിരക്കുന്നൊരു സമരം, രാത്രി മുഴുവൻ തെരുവ് ഞങ്ങളുടേതാണ് എന്നും പ്രഖ്യാപിച്ച് നൈറ്റ് അസംബ്ലി DYFI സംഘടിപ്പിച്ചതാണ്. ഞങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു അവിടത്തേക്കൊരു പൊതുസ്ഥിതിയും എല്ലാം വെച്ചിട്ട്, ക്രമസമാധാന സ്ഥിതിയൊക്കെ. പക്ഷേ വലിയ ജനകീയ പിന്തുണയാണ് ഞങ്ങൾക്കതിന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ ഹോണർ കില്ലിങ്ങിനെതിരായിട്ടുള്ള സമരം, ദുരഭിമാന ഹത്യയ്ക്ക് തമിഴ്നാട്ടിൽ ഇളവരശൻ്റെ പ്രശ്നം ഉണ്ടായപ്പോൾ ഞങ്ങളൊക്കെ നേരിട്ടവിടെ ഇടപെട്ടിട്ടുള്ളതാണ്. അതുപോലെ സദാചാര പോലീസിങ്ങിനെതിരായിട്ടുള്ള സമരം, DYFI നടത്തിയിട്ടുള്ള സമരങ്ങൾ, അതിനൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ DYFI രൂപീകരിച്ച കാലം തൊട്ട് ഇപ്പോൾ ഈ കാലയളവ് മൊത്തം വിലയിരുത്തിയാലും യുവാക്കൾ നേരിടുന്ന തൊഴിലില്ലായ്മയ്ക്കും അല്ലെ അവർ നേരിടുന്ന ദുരിതങ്ങൾക്കൊന്നും വലിയ മാറ്റം വന്നിട്ടില്ല. സമരങ്ങൾക്ക് ആളെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ? സമരങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടു വരികയാണ് എന്നാണ് ഞങ്ങളുടെ അനുഭവം. ആളെ കിട്ടാൻ ബുദ്ധിമുട്ടില്ലെന്ന് മാത്രമല്ല, കൂടുതൽ ആളുകൾ, ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ആളുകളുടെ പിന്തുണ ഏറി വരുന്നു. അതിൻ്റെ കാരണം നാട്ടിലെ യാഥാർത്ഥ്യം തന്നെയാണ്. പിന്നെ DYFI ഉണ്ടായിട്ട് ഇത്രയും കാലമായി തൊഴിലില്ലായ്മ തീർന്നില്ലല്ലോ എന്ന് വെച്ചാൽ ആ നിമിഷം പിന്നെ DYFI ആവശ്യമില്ല. DYFI ഉണ്ടായതുകൊണ്ട് തീർന്നില്ലല്ലോ എന്നല്ല, പക്ഷേ ആ വിഷയങ്ങൾക്ക് ഇപ്പോഴും തീർച്ചയായിട്ടുണ്ട്. ഞങ്ങൾ ആ പ്രശ്നത്തെ തൊഴിലില്ലായ്മയുടെ തന്നെ സ്വഭാവത്തിൽ വലിയ മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നവലിബറൽ ഉദാരവൽക്കരണത്തിൻ്റെ 25 വർഷം പിന്നിട്ടു. അവകാശവാദം വലിയ വളർച്ച കൈവരിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. തുടക്കം മുതലേ ഉന്നയിച്ച വിമർശനം, DYFI പോലുള്ളവർ ഉയർത്തിയ വിമർശനം
ശരിയാണെന്ന് ഇപ്പോൾ സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ സമ്മതിക്കുന്നു. ഞങ്ങൾ പറഞ്ഞത് ഉണ്ടാകുന്ന വളർച്ച എന്നത് തൊഴിൽ രഹിത വളർച്ചയാണ്, ജോബ്ലെസ് ഗ്രോത്താണ്. അത് ഈ പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷത്തെ മോഡി ഗവൺമെൻറ്റിന് കീഴിൽ തൊഴിലില്ലായ്മ കൂടുതൽ രൂക്ഷമായി. ഏറ്റവും ഒടുവിൽ ലേബർ ബ്യൂറോയുടെ ഡാറ്റ പറയുന്നത് കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കാണ് ഇന്ത്യയിലുള്ളത്, 5.1%. അഭ്യസ്ത വിദ്യർക്കിടയിലുള്ള തൊഴിലില്ലായ്മ വളരെ കൂടുതലാണ്. അത് ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകളിൽ 61%, ബിരുദധാരികളിൽ 53% തൊഴിൽ രഹിതരാണെന്ന് സർക്കാരിൻ്റെ കണക്കാണ്, ലേബർ ബ്യൂറോയുടെ കണക്കാണ്. പിന്നെ സാമ്പത്തിക വളർച്ച കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ 1% GDP വളരുമ്പോൾ 0.20% മാത്രമേ തൊഴിൽ വളർന്നിട്ടുള്ളൂ. അതാണ് ഞങ്ങൾ പറഞ്ഞത്, വളർച്ച തൊഴിൽ രഹിത വളർച്ചയാണ്. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. BJP സർക്കാരിൻ്റെ അവകാശവാദം 2 കോടി തൊഴിലവസരങ്ങൾ 5 കൊല്ലം കൊണ്ടുണ്ടാക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ ശരാശരി 40 ലക്ഷം. 2015-16 കണക്ക് ഇപ്പോൾ പുറത്തു വന്നു, 1,35,000 തൊഴിലവസരം ഉണ്ടായത്. തൊഴിലുണ്ടാക്കുന്നതിൽ പരാജയപ്പെട്ടു. ഉണ്ടാക്കിയിട്ടുള്ളത് കുറേ മുദ്രാവാക്യങ്ങളാണ്. മേക്ക് ഇൻ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ. വൈകാതെ മോഡി ഇന്ത്യയോട് സിറ്റ് ഡൗൺ ഇന്ത്യ എന്ന് പറയേണ്ട സ്ഥിതി വരും. ഇപ്പോൾ ഇത് ന്യൂ ജനറേഷൻ്റെ കാലഘട്ടമാണ്. ഫേസ്ബുക്ക്, വാട്സാപ്പ്. ഇപ്പോൾ പണ്ടൊരിക്കൽ MA ബേബി ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, യുവജനങ്ങളുടെ പ്രശ്നങ്ങളെ അവരുടെ രീതിയിൽ അഭിമുഖീകരിക്കുന്നതിൽ പാർട്ടി വേണ്ടത്ര വിജയിച്ചില്ലെന്ന്. ഈ ന്യൂ ജനറേഷനെ എങ്ങനെയാണ് DYFI അഭിമുഖീകരിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും പുതിയ ചെറുപ്പക്കാർ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റമുണ്ട്. ലോകാകെ മാറി മറിഞ്ഞു, പുതിയ സാങ്കേതിക വിദ്യയുടെ വളർച്ച, ഇതെല്ലാം ഉണ്ടായി. ആദ്യത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒറ്റയ്ക്കൊറ്റയ്ക്ക് രക്ഷപ്പെടാം. രാഷ്ട്രീയം, കൂട്ടായ സമരങ്ങൾ, പോരാട്ടങ്ങൾ, എന്തെങ്കിലും ത്യജിക്കുന്നത്, അതൊക്കെ അർത്ഥശൂന്യമാണ്. ഈ മത്സരത്തിൽ നമ്മളെല്ലാവരും ഒന്നാമതെത്താൻ ശ്രമിക്കുക. മത്സരത്തിൽ വിജയിക്കുന്നവനെ അതിജീവിക്കാൻ കഴിയൂ. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ആ വ്യാമോഹങ്ങൾ ഇപ്പോൾ അവസാനിച്ചു കഴിഞ്ഞു. ആ വ്യാമോഹങ്ങൾ ലോകവ്യാപകമായിട്ട് അവസാനിച്ചതിൻ്റെ തെളിവാണ് വാൾ സ്ട്രീറ്റ് സമരം, അറബ് വസന്തം, മുല്ലപ്പൂ വിപ്ലവം. ഇതൊക്കെ സ്പെയിനിൽ ഇൻഡിഗ്നാഡോസ്, ഇതൊക്കെ അതിൻ്റെ തെളിവുകളാണ്. ഇപ്പോൾ യാഥാർത്ഥ്യങ്ങളിലേക്ക് പുതിയ തലമുറ ഉണർന്നു കഴിഞ്ഞു. അവർ സമരരംഗത്ത് വരുന്നു, പ്രതിഷേധിക്കാൻ തയ്യാറാവുന്നു, ഒക്കെ വരുന്നുണ്ട്. പക്ഷേ സമരത്തിൻ്റെ, പ്രതിഷേധത്തിൻ്റെ, അവരുടെ ആശയവിനിമയത്തിൻ്റെ, സംവേദനത്തിൻ്റെ രീതികൾ പഴയതല്ല. അതിൽ സാങ്കേതികവിദ്യ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. പുതിയ ചെറുപ്പക്കാർ പത്രം പോലും വായിക്കുന്നവരല്ല. പത്രം വായിക്കുകയേ ചെയ്യാത്തൊരു വിഭാഗമുണ്ട്. വലിയൊരു വിഭാഗം ഈ ഇൻ്റർനെറ്റ് എഡിഷനുകൾ വായിക്കുന്നവരാണ്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ വിവരങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. അപ്പോൾ അത് നമ്മൾ കണക്കിലെടുക്കണം. ഇപ്പോൾ അത് അഡ്രസ്സ് ചെയ്യാനുള്ള ശ്രമം DYFI നല്ല തോതിൽ നടത്തിയിട്ടുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിൽ DYFI സജീവമാണ്. പക്ഷേ കുറേ കൂടി ഒരു ഓറിയൻറ്റേഷൻ വേണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ സാമൂഹിക മാധ്യമങ്ങളെ കുറച്ചുകൂടി ഫലപ്രദമായും ശാസ്ത്രീയമായും ലക്ഷ്യബോധത്തോടെയും കൈകാര്യം ചെയ്യണം എന്നത് ഇനിയും ഞങ്ങളെ കാര്യത്തിൽ മുന്നേറാനുണ്ട് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് വലിയ സമരങ്ങൾ പോലും അവർ ആവിഷ്കരിക്കുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ ചെന്നൈയിൽ നടന്ന സമരം, പക്ഷേ അത്തരം സമരത്തിന് ഒരു രാഷ്ട്രീയ പിൻബലമില്ല. അങ്ങനെ അല്ലാതെ വരുമ്പോഴത്തേക്ക് ആൻറ്റി സോഷ്യൽ സോഷ്യൽ മീഡിയയെ കുറിച്ച് നമ്മൾ ഓവർ എസ്റ്റിമേഷൻ്റെ ആവശ്യമില്ല. സോഷ്യൽ മീഡിയ മൊബിലൈസ് ചെയ്യാൻ പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ്. പെട്ടെന്ന് നമ്മുടെ മുദ്രാവാക്യം, നിലപാടുകളൊക്കെ എത്തിക്കാൻ, വിവരം പെട്ടെന്ന് കൈമാറാൻ, ഒരു പരിധിവരെ ആശയപ്രചരണത്തിന്, ഒപ്പം ആളുകളെ പെട്ടെന്ന് മൊബിലൈസ് ചെയ്യാൻ സഹായിക്കും. പക്ഷേ അത് നിലവിലുള്ള സംഘടനയെ, മറ്റ് പ്രചരണ രൂപങ്ങളെ എല്ലാത്തിനെയും അപ്രസക്തമാക്കുന്നില്ല. സംഘടനയ്ക്ക് പകരം സോഷ്യൽ മീഡിയ മതിയാവില്ല. സംഘടനയുടെ പ്രാധാന്യം വളരെ ശക്തമാണ് ഇപ്പോഴും. അതൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ വാൾ സ്ട്രീറ്റ് മുതൽ മുല്ലപ്പൂ വിപ്ലവം വരെയുള്ള സമരങ്ങൾ പ്രധാനമായിട്ടും ഈ സ്പോണ്ടേനിയസ് ആയിരുന്നു. അങ്ങനെ സ്പോണ്ടേനിയസ് മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആയിരുന്നു. അതുവഴിയാണ് ഈ പ്രചരണമൊക്കെ നടത്തി ആളെ മൊബിലൈസ് ചെയ്തത്. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം, അതിനൊരു സംഘടന ഉണ്ടായിരുന്നില്ല, കേന്ദ്രീകൃത നേതൃത്വം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അലിഞ്ഞില്ലാതാവുകയും ചെയ്തു. അപ്പോൾ നല്ല സുശക്തമായ സംഘടന, നേതൃത്വം, ഒപ്പം ഈ ആധുനിക സാങ്കേതിക വിദ്യയുടെ പ്രയോഗം, ഇതാണ് ആവശ്യമായിട്ടുള്ളത്. ആ കാഴ്ചപ്പാടോടെയാണ് DYFI. പുതിയ തലമുറ ആകർഷിക്കുന്ന ഒരു വെല്ലുവിളി തന്നെയാണ്. വെല്ലുവിളി എന്ന് ഞാൻ പറഞ്ഞാൽ വെല്ലുവിളിയാണ്. എങ്ങനെ മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ കഴിയുക എന്നതാണ് വെല്ലുവിളി. അങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ പുതിയ തലമുറയെ അഡ്രസ്സ് ചെയ്യാൻ പ്രശ്നം വരില്ല. ഇപ്പോൾ കമ്മ്യൂണിസം എന്നുള്ള ആശയം ഒരിക്കലും കാലഹരണപ്പെടുന്നില്ല. പക്ഷേ അത് പ്രാവർത്തികമാക്കുന്ന രീതിയുടെ കുഴപ്പം കൊണ്ട് ലോകത്ത് പല രാജ്യങ്ങളിലും കമ്മ്യൂണിസം തൂത്തെറിയപ്പെട്ടു. ഇന്ത്യയിലാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. അന്നേരം ഇപ്പോൾ ഇത്തരം സമരങ്ങൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ DYFI പോലുള്ള സംഘടനകൾ, ഇവർക്കൊക്കെയുള്ള ഒരു പ്രാധാന്യം യുവാക്കളുടെ ഇടയിൽ അത് ഗണ്യമായി കുറഞ്ഞിട്ടില്ലേ? DYFI ഒരു കമ്മ്യൂണിസ്റ്റ് യുവജന സംഘടനയല്ല, അത് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ സോഷ്യലിസം തുടങ്ങിയിട്ടുള്ള ആശയങ്ങൾ, ലക്ഷ്യങ്ങൾ, അതിനെ വളരെ താല്പര്യപൂർവ്വം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നൊരു യുവജന സംഘടന, ജനാധിപത്യ യുവജന സംഘടനയാണ് DYFI.
കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത ചെറുപ്പക്കാർക്കും വരാവുന്ന സംഘടനയാണ്. കമ്മ്യൂണിസ്റ്റുകാരാണോ എന്നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവിയാണോ എന്നുള്ളത് DYFIയിൽ ചേരാനുള്ള ഒരു നിബന്ധനയേ അല്ല, അത് വ്യക്തമാക്കുന്നു. പക്ഷേ ഇത്തരം ആശയങ്ങളോട് തീർച്ചയായിട്ടും സമത്വാധിഷ്ഠിതമായിട്ടുള്ളൊരു ലോകം എന്ന ആശയത്തോട് വലിയ ആഭിമുഖ്യമാണ്, പ്രതിബദ്ധതയാണ് DYFIക്കുള്ളത്. തീർച്ചയായിട്ടും സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച ഒരുപാട് പാഠങ്ങൾ നൽകിയിട്ടുണ്ട്. ആ പാഠങ്ങളിൽ നിന്ന് ലോകത്താകെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പഠിക്കുകയും തിരുത്തലുകൾക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയുമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. DYFI ഒരു സ്വതന്ത്ര സംഘടനയാണ്. പക്ഷേ പൊതുവേ ഇപ്പോൾ DYFIയുടെ സമ്മേളനങ്ങൾ കഴിഞ്ഞ്, സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് ഇപ്പോൾ അഖിലേന്ത്യാ സമ്മേളനത്തിൽ വരികയാണ്. ഈ സമ്മേളനങ്ങളിൽ കേട്ട ഒരു വിമർശനം ശരിയാണോ എന്നറിയില്ല. ഈ പാർട്ടിയിലെ DYFIയുടെ പല നേതാക്കന്മാരും CPMലെ നേതാക്കന്മാരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്നു, അവരുടെ പെട്ടിയെടുക്കുന്നു, അവരുടെ പ്രീതിക്ക് വേണ്ടി ശ്രമിച്ച് പദവികൾ കൈക്കലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു വലിയ ആക്ഷേപമുണ്ട്. ഇത് അത്രമാത്രം ശരിയാണ്? ഒന്ന്, DYFI സ്വതന്ത്ര സംഘടന ആയതുകൊണ്ട് തന്നെ DYFIയുടെ നേതാക്കൾക്ക് എവിടെയും ഒച്ചാനിച്ച് നിൽക്കേണ്ട കാര്യം വരുന്നില്ല. ഞങ്ങളുടെ സ്വതന്ത്രമായിട്ടുള്ള അസ്തിത്വം ഉയർത്തിപ്പിടിക്കുക, ഒരു ബഹുജന സംഘടന, ചെറുപ്പക്കാർ, എല്ലാ വിഭാഗം, ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് മുഴുവൻ ചെറുപ്പക്കാരുടെയും സംഘടനയായി തീരുക എന്നതാണ്. ചെറുപ്പക്കാർക്ക് കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള സംഘടനയെ ആവശ്യമില്ല എന്നാണ് DYFIയുടെ നിലപാട്. ചെറുപ്പക്കാർ യുവജനങ്ങളെന്ന നിലയിൽ ഒന്നിച്ച് അണിനിരക്കുകയാണ് ചെയ്യേണ്ടത്. ജാതി മത കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ ഭിന്നിച്ചല്ല നിൽക്കേണ്ടത് എന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമായിട്ടല്ല. പലർക്കും ആ തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണ ഉണ്ടാവാൻ കാരണം ഞങ്ങളെപ്പോലുള്ള DYFIയുടെ നേതാക്കൾ ഒരു പാർട്ടിയുടെ കൂടി ഭാഗമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. പക്ഷേ അങ്ങനെ അല്ലാത്തൊരു അനേകം പേരുണ്ട്. ഇതൊക്കെ ഒരു അഭിമുഖത്തിൽ പറയാമെന്നല്ലാതെ ഈ പാർട്ടി നേതാവിൻ്റെ പ്രീതി ഇല്ലെങ്കിൽ ആ പാർലമെൻ്ററി രംഗത്തേക്ക് പോലും അവസരം കിട്ടാതെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുടെ കഥകളുണ്ട്. ഒന്നാമത് ഈ പാർലമെൻ്ററി രംഗത്തെ അവസരമല്ല DYFI പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. DYFI നേതാക്കളായ ചിലരെ ചില സന്ദർഭത്തിൽ അവർ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടാൽ സ്ഥാനാർത്ഥികളാക്കും. പലപ്പോഴും ഞങ്ങളെ സ്ഥാനാർത്ഥികൾ DYFI എന്നുള്ള ആളുകളെ സ്ഥാനാർത്ഥികളാക്കിയിട്ടുള്ളത് LDF ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ആക്കിയിട്ടുണ്ട് എന്നല്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ DYFIയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിരവധി നേതാക്കൾ ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുകളിലൊന്നും മത്സരിക്കാത്ത DYFI നേതാക്കളും ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പാർലമെൻ്ററി വ്യാമോഹം യുവാക്കളിൽ പ്രത്യേകിച്ച് കൂടുതലാണോ? പ്രത്യേകിച്ച് പാർട്ടിക്കാരില്ല. ഇല്ല, ഞാനങ്ങനെ യുവാക്കളിൽ മാത്രം എന്ന് കരുതുന്നില്ല. പാർലമെൻ്ററി വ്യാമോഹം എന്ന് പറഞ്ഞാൽ പൊതുവിൽ പദവികളോടൊക്കെയുള്ള താല്പര്യം എല്ലാ കാലത്തും ഒരു വിഭാഗം ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. പണ്ടൊക്കെ ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പാണ് ഒരു മഹത്തായ ലക്ഷ്യമുണ്ടായിരുന്നു, സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ളത്. അങ്ങനെ കാലം കഴിഞ്ഞപ്പോൾ ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വരുന്ന ഒരാളിൻ്റെ ലക്ഷ്യം ഒന്നെങ്കിലും ഒരു MLA ആവുക, അല്ലെങ്കിൽ MP ആവുക, അല്ലെങ്കിൽ മന്ത്രി ആവുക, ഇതൊക്കെ ആയി ചുരുങ്ങിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ലക്ഷ്യമുള്ള ആളുകളുണ്ടാവാം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാവരുടെയും ലക്ഷ്യം അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ മുഴുവൻ ഞങ്ങൾക്കെല്ലാം നാളെ MP ആവാം, MLA ആവാം, മന്ത്രിയാവാം എന്ന് വിചാരിച്ചിട്ടാണോ ലക്ഷക്കണക്കിന് ആളുകൾ പ്രവർത്തിക്കുന്നത്? പലരും പ്രവർത്തിക്കുന്നത് ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം എന്ന സാഹചര്യത്തിലാണ്. ഇപ്പോൾ എത്രയോ DYFI പ്രവർത്തകരും നേതാക്കളും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലേ? അപ്പോൾ സ്വന്തം ജീവൻ പോലും അപകടത്തിലാകാവുന്ന സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർ നാളെന്തെങ്കിലും മറ്റൊരു നേട്ടം പ്രതീക്ഷിച്ചിട്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ CPMലെ വിഭാഗീയത DYFIയിലും പ്രതിഫലിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലോ? CPIM ഇപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത് അതിൽ തന്നെ വിഭാഗീയത അവസാനിച്ചു എന്നാണ്. അല്ല, എങ്കിൽ പോലും CPMൽ ഇപ്പം നമുക്ക് ഉദാഹരണം പറയാവുന്ന ഒരുപാട് പേരുകളുണ്ട്, അതൊന്നും ഇതിലേക്ക് കൊണ്ടുവരുന്നില്ല. ആ പാർട്ടിയിലെ ദൈവങ്ങൾ, താങ്കളത് അംഗീകരിക്കില്ലായിരിക്കും, പാർട്ടിയിലെ ദൈവങ്ങളുടെ പ്രീതി ഇല്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പാടാണെന്ന് പറഞ്ഞു. മൊത്തത്തിൽ ഞങ്ങൾ ദൈവസങ്കല്പത്തെ തന്നെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് അറിയാമല്ലോ. പാർട്ടിയിൽ അങ്ങനെ ദൈവങ്ങളും ഇല്ല. ദൈവസങ്കല്പത്തിൽ തന്നെ ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം പൊതുവിലുള്ളത്. ഇപ്പോൾ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് താങ്കൾ. CPMൽ ശ്രീ MA ബേബി, തോമസ് ഐസക്, P രാജീവ്, MP രാജേഷ് എന്നിവരുടെ ഒരു കുറുമുന്നണി കുറുകുന്നുണ്ടെന്ന് കേൾക്കുന്നു, ശരിയാണോ? ഇതൊക്കെ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് പുതിയ പുതിയ പ്രശ്നങ്ങൾ ഓരോ കാലത്തും ആവശ്യമായിട്ട് വരും. ആ നിലയിൽ ഞാനിത് ആദ്യമായിട്ട് ഇപ്പോൾ കേൾക്കുകയാണ്. ഇപ്പോൾ രാജേഷിൻ്റെ ഈ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നാത്തത്, ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ കേൾക്കുന്നത്, അത്ഭുതം തോന്നാത്തത് ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ എല്ലാ കാലത്തും ഉയർന്നു വന്നിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. ഇന്ന് തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഇപ്പോൾ DYFI പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കാണ് ഇതിൽ നിങ്ങൾ എന്നെ വിളിച്ചത്. അക്കാര്യങ്ങൾ സംസാരിക്കാനായിരുന്നു കൂടുതൽ താല്പര്യം. പക്ഷേ എന്തായാലും ഞാൻ CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണെന്നുള്ളൊരു വസ്തുതയാണല്ലോ. അപ്പോൾ CPIM മുമ്പ് ഒരു കാലത്തുമില്ലാത്ത തരത്തിൽ ഒരുപക്ഷെ കഴിഞ്ഞ ഒരു 92 മുതലുണ്ടായ ഒരു 1/4 നൂറ്റാണ്ട് കാലം ഏറിയും കുറഞ്ഞു നിലനിന്ന എല്ലാ വിഭാഗീയ പ്രശ്നങ്ങളും അവസാനിച്ച് രാഷ്ട്രീയമായി, സംഘടനാപരമായി, പ്രത്യയശാസ്ത്രപരമായി ഒറ്റക്കെട്ടായിട്ട് ഒരു എണ്ണയിട്ട യന്ത്രം പോലെയാണ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അത് തീർച്ചയായിട്ടും വളരെ അലോസരപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് പല പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ വിഷയങ്ങളുടെ കാര്യം എടുത്ത് ഇപ്പോൾ സ്ത്രീധനം
ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുന്നത്. മദ്യപാനം വളരെ സജീവമാണ്. അനാചാരങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഇപ്പം മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം ശാസ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തിട്ട് പറഞ്ഞ അന്ധവിശ്വാസങ്ങൾ വലിയ രീതിയിൽ സത്യമാണെന്ന് പ്രചരിപ്പിക്കുന്നു. പക്ഷേ ഇതിനെയൊക്കെ നേരിടുന്ന DYFI എന്തുമാത്രം വിജയിക്കുന്നു? DYFI അതിനു വേണ്ടിയിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ ശ്രമം ഇനിയും ശക്തിപ്പെടുത്തണം എന്ന കാര്യം ഞങ്ങൾ അംഗീകരിക്കുന്നു. ഒരു ശാസ്ത്ര പ്രചാരണം, യുക്തിചിന്തയുടെ, യുക്തിവാദമല്ല, യുക്തിചിന്തയുടെ പ്രചാരണം, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കെതിരായിട്ടുള്ള പ്രചാരണം ഒക്കെ DYFI നടത്തുന്നുണ്ട്. പക്ഷേ അത് ഇപ്പോൾ ഞങ്ങൾ നടത്തുന്നതിൻ്റെ പല മടങ്ങ് ശക്തിയോടുകൂടി നടത്തേണ്ട ഒരു സാമൂഹിക സാംസ്കാരിക അന്തരീക്ഷമാണ് ഇന്ന് കേരളത്തിലുള്ളത് എന്ന് ഞാൻ അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങളുടെ സമ്മേളനം എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായിരിക്കും. അതുകൊണ്ടാണ് ഈ യുക്തിബോധവും ശാസ്ത്രചിന്തയും ഒക്കെ ഉയർത്തിപ്പിടിച്ചതിന് കൊല ചെയ്യപ്പെട്ട നരേന്ദ്ര ദാബോൾക്കറുടെ മകൻ ഡോക്ടർ ഹമീദ് ദാബോൾക്കറെയും അതുപോലെ ഗോവിന്ദ് പൻസാരയുടെ മകൾ പ്രൊഫസർ മേഘ പൻസാരയും ഒക്കെ ഞങ്ങളുടെ സമ്മേളനത്തിൽ വിളിക്കുന്നത്. ഇപ്പോൾ ഈ കേരളം 60 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പം പണ്ട് നമ്മൾ നവോത്ഥാന നായകന്മാർ പോരാടി നേടിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അതിൽ വലിയ റോളുണ്ട്. അങ്ങനെയുള്ള പല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അവസാനിപ്പിച്ച് അതിൽ പുരോഗമന കേരളത്തെ മുന്നോട്ട് കൊണ്ടുവന്നു. പക്ഷേ ഇപ്പോൾ ഈ 60 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ പല അനാചാരങ്ങളും തിരിച്ചു വരുന്നു. ജനങ്ങൾക്കിടയിലുള്ള ജാതി ചിന്ത വളരുന്നു, അന്ധവിശ്വാസങ്ങൾ വർദ്ധിക്കുന്നു. നിർഭാഗ്യകരമല്ലേ ഈ അവസ്ഥ? തീർച്ചയായിട്ടും നിർഭാഗ്യകരമാണ്. നവോത്ഥാനത്തിൻ്റെ സൃഷ്ടിച്ച മൂല്യങ്ങളുടെ ഒരു പിന്മടക്കം ഉണ്ടാക്കുന്നതിന് കേരളത്തെ പിന്നിലേക്ക് നടത്താൻ ഒരു പ്രതിപ്രയാണം സംഘടിപ്പിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ ചെറുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതിനെ ശക്തമായിട്ട് എനിക്ക് തോന്നുന്നു ആശയപരമായിട്ട് നേരിടണം, രാഷ്ട്രീയമായി നേരിടണം, സാംസ്കാരിക തലത്തിലും നേരിടണം. അങ്ങനെ ബഹുമുഖ സമരമുഖങ്ങൾ തുറക്കുക എന്നത് ആവശ്യമാണ്. ആ ചുമതലയിൽ ഒരു പ്രധാന പങ്ക് DYFIക്ക് നിർവഹിക്കാനുണ്ട്. ആ പങ്ക് ഞങ്ങൾ നിർവഹിക്കുക തന്നെ ചെയ്യും. പാർലമെൻറ്റിൽ വളരെ ശ്രദ്ധേയമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അംഗമാണ് താങ്കൾ. ഇപ്പോൾ താങ്കളുടെ നാട്ടിൽ തന്നെ പല പദ്ധതികളും താങ്കൾ ആവിഷ്കരിക്കുന്നുണ്ട്. പലതും ഗവൺമെൻറ്റിൻ്റെ പോലും സഹായമില്ലാതെ സന്മനസ്സുള്ള വ്യക്തികളുടെയും സംഘടനകളുടെയൊക്കെ പിന്തുണയോടെ. ഇപ്പോൾ എന്തോ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള ഒരു സ്കോളർഷിപ്പ് നടപ്പിലാക്കാൻ പോകുന്നതായിട്ട് കേട്ടു. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കുക. അത് ഞാൻ വിദ്യാർത്ഥി നേതാവായിരുന്നു എന്നതുകൊണ്ട് തന്നെ ആ കാലത്തെ വിദ്യാർത്ഥികളായിരുന്ന പലരും ഇപ്പോൾ നല്ല നിലയിൽ ഒപ്പം സാമൂഹിക പ്രതിബദ്ധത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനകളെല്ലാം സമാഹരിച്ചുകൊണ്ട് പിന്നെ സഹകരിക്കാൻ സന്നദ്ധരായിട്ടുള്ള വ്യക്തികൾ, സംഘടനകൾ, ഇവരെ സമാഹരിച്ചുകൊണ്ട് പഠിക്കാൻ വളരെ മിടുക്കരായ എന്നാൽ അങ്ങേയറ്റം ദരിദ്രരായ 100 കുട്ടികൾക്കാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. വിപുലീകരിക്കാൻ കഴിയുമെന്ന് ആത്മവിശ്വാസമുണ്ട്. കാരണം വലിയ പ്രതികരണമാണ് ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാസം 1000 രൂപ, പ്രതിമാസം 1000 രൂപ വെച്ച് സ്കോളർഷിപ്പ് കൊടുക്കുകയാണ്. അത് വളരെ സുതാര്യമായിട്ടാണ് അതിൻ്റെ സെലക്ഷൻ നടക്കുന്നത്. ശാസ്ത്രീയമായിട്ടുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിന് വിദഗ്ധരുടെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. അവരാണ്. ഇതൊന്നും MP നേരിട്ട് ചെയ്യുന്നതല്ല. അതെല്ലാം അവരെയാണ്. അക്കാദമിക് കമ്മിറ്റി തന്നെയുണ്ട്. അവരാണ് ചെയ്യുന്നത്. അത് നാളെ വൈകുന്നേരം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഒരു പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ കൂടി ചോദിക്കുകയാണ്. ഈ നരേന്ദ്രമോദിയെക്കുറിച്ചാണ് ഏറ്റവും വലിയ വിമർശനം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഡിമോണിറ്റൈസേഷൻ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും. എന്താണ് താങ്കൾ നരേന്ദ്രമോദിയെ കാണുന്ന ഏറ്റവും വലിയ ദോഷവും? എന്തെങ്കിലും നല്ലൊരു കാര്യമുണ്ടോ, പ്രത്യേകതയുണ്ടോ? വ്യക്തിപരമായിട്ട് മോഡിയോട് എനിക്ക് വിരോധം ഉണ്ടാവേണ്ട യാതൊരു കാര്യവും, ഒരു പൂർവ്വവൈരാഗ്യവും പൂർവ്വപരിചയമൊന്നും ഇല്ല എന്നുള്ളത് അറിയാമല്ലോ. മോഡിയിൽ കാണുന്ന ദോഷം രാഷ്ട്രീയമാണ്. മോഡി പ്രതിനിധീകരിക്കുന്നത് സംഘപരിവാറിൻ്റെ പ്രത്യയശാസ്ത്രത്തെയും രാഷ്ട്രീയത്തെയുമാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ച് വിനാശകരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. സംഘപരിവാറിൻ്റെ വിനാശകരമായ പ്രത്യയശാസ്ത്രത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും അക്രമോത്സുകനായ വക്താവാണ് മോഡി എന്നതാണ് മോഡിയിൽ ഞാൻ കാണുന്ന ഏറ്റവും ഗുരുതരമായ ദോഷം. പക്ഷേ ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ വിലയിരുത്തിയാലോ? പ്രധാനമന്ത്രി എന്ന നിലയിൽ പ്രധാനമന്ത്രി ഉണ്ട് എന്നൊരു ബോധം വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ശരിയാണ്. വിലയിരുത്തിയാൽ AG നുറാനി ഏറ്റവും ഒടുവിലത്തെ ഫ്രണ്ട്ലൈൻ ആർട്ടിക്കിളിൽ എഴുതിയതുപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയെ അങ്ങേയറ്റത്തെ താഴ്ചയിലേക്ക്, പതനത്തിലേക്ക് എത്തിച്ച ആളാണ് മോഡി എന്ന് ഞാൻ പറയുമ്പോൾ എനിക്കതിൽ ഒട്ടും പ്രയാസമില്ല. ഇപ്പോൾ DYFI രൂപീകരിച്ചിട്ട് 37 വർഷമായി. ഇപ്പോൾ ഈ കാലയളവിലാണ് ഇപ്പം കഴിഞ്ഞ ഒരു ടൈമിനുള്ളിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരാൾ ഉയർന്നു വന്നതും ജനങ്ങളെ സംഘടിപ്പിച്ച് അദ്ദേഹം ആം ആദ്മി പാർട്ടിയിലൂടെ രാജ്യ തലസ്ഥാനത്തിൻ്റെ ഭരണം കയ്യിലേന്തി. ഇപ്പോൾ പഞ്ചാബിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഏറെക്കുറെ നിർണായക ശക്തിയാണ്. ഗോവയിലും അവർ മോശമല്ല. CPMന് ഇതൊന്നും ആർജിക്കാൻ കഴിയാതെ പോയ നിരാശയുണ്ടോ? ഒരു കാര്യം നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ CPIMനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ടൊരു കാര്യം മറന്നു പോകുന്നു. CPIM മുന്നോട്ട് വയ്ക്കുന്നത് നിലവിലുള്ള വ്യവസ്ഥയ്ക്കെതിരായ ഒരു രാഷ്ട്രീയമാണ്. വ്യവസ്ഥയെ പരിഷ്കരിക്കുക എന്നുള്ളതല്ല, വ്യവസ്ഥയെ ആത്യന്തികമായി മാറ്റിമറിക്കുക എന്നതാണ്. അതുകൊണ്ട് CPIMനെ തീർച്ചയായിട്ടും
ഈ പരിഗണനകളൊന്നും കിട്ടില്ല. ആം ആദ്മി പാർട്ടി യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താ? ആം ആദ്മി പാർട്ടി വ്യവസ്ഥയ്ക്കെതിരായ പ്രതിഷേധത്തെ രോഷത്തെ ഒരു സേഫ്റ്റി വാൾവിലൂടെ പുറത്തു കളയുകയും ഒരർത്ഥത്തിൽ വ്യവസ്ഥയെ തന്നെ സുരക്ഷിതമാക്കാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആം ആദ്മി പാർട്ടി അഴിമതിക്കെതിരെ പറയുന്നു. അഴിമതിക്ക് കാരണമായി തീരുന്ന നയങ്ങളോട് അവർക്ക് യോജിപ്പാണ്. അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രസിദ്ധമായൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓർക്കുന്നു, വി ആർ നോട്ട് അഗെയിൻസ്റ്റ് ക്യാപിറ്റലിസം, വി ആർ ഓൺലി ഓപ്പോസ് ടു ക്രോണി ക്യാപിറ്റലിസം എന്നാണ്. ചങ്ങാത്ത മുതലാളിത്തത്തെ മാത്രമേ എതിർക്കുന്നുള്ളൂ, മുതലാളിത്തത്തെ ഞങ്ങൾ എതിർക്കുന്നില്ല. അപ്പോൾ വ്യവസ്ഥയ്ക്കൊപ്പം നിൽക്കുന്നവരാണ് അവർ. പിന്നെ അഴിമതിയൊക്കെ ഉണ്ടാകുമ്പോൾ വ്യവസ്ഥയ്ക്കെതിരെ വലിയ രോഷം ഉണ്ടാവും. വ്യവസ്ഥയ്ക്കെതിരെ രോഷം ഉണ്ടാവും. വ്യവസ്ഥ തന്നെ പൊട്ടിത്തെറിച്ചു പോകും എന്ന ഘട്ടത്തിൽ ഇതുപോലുള്ള ചിലരെ ആവശ്യമുണ്ട്, മുതലാളിത്തത്തിന് തന്നെ ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഇവരുടെ പ്രതിഷേധം കേവലം അഴിമതിക്കെതിരായ പ്രതിഷേധം മാത്രമായിട്ട് മാറും. പ്രഷർ കുക്കറിൻ്റെ സേഫ്റ്റി വാൾവിലൂടെ എങ്ങനെയാണോ സമ്മർദ്ദം പുറത്തു പോകുന്നത്, പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുന്നത് ഒഴിവാകുന്നത്, അതുപോലെ വ്യവസ്ഥയും മുതലാളിത്ത നയങ്ങൾക്കുമെതിരായൊരു പൊട്ടിത്തെറി ഒഴിവാക്കാൻ സഹായിക്കുന്നവരാണ് കേജ്രിവാളിനെ പോലുള്ള ആളുകൾ. അവർക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയും, പിന്തുണ കിട്ടും. നമ്മൾ ഓർമ്മിക്കണം, ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും വലിയ ഡോണേഴ്സ് ആരായിരുന്നു? സംഭാവന കൊടുത്തത് ഇന്ത്യയിലെ പ്രമുഖ കോർപ്പറേറ്റുകളാണ്. പക്ഷേ അവർ ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നില്ലെന്ന് പറയാൻ പറ്റില്ല. ഡൽഹിയിൽ അവരുടെ ഭരണം അത്ര മോശമാണ്. മാധ്യമങ്ങൾ പലതും, വമ്പൻ മാധ്യമങ്ങൾ അതിനെ എതിർക്കുമ്പോൾ പോലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെ, ഞാൻ പറഞ്ഞത് മൗലികമായി അവർ ഈ പ്രശ്നങ്ങളെ ഈ നയങ്ങൾക്കൊന്നും എതിരല്ല എന്നുള്ളത് വ്യത്യാസമുണ്ട്. കോൺഗ്രസിൽ നിന്നും BJP-യിൽ നിന്നും വ്യത്യാസമുണ്ട്. പക്ഷേ മൗലികമായിട്ട് നയങ്ങൾക്കെതിരല്ല എന്ന് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ സാഹചര്യങ്ങളും മാറി ഈ DYFIക്കും CPM-നും അനുകൂലമായിട്ടുള്ള ഒരു വലിയ സാഹചര്യം വരുമെന്ന് കരുതുന്നുണ്ടോ? ഇന്ന് ഇന്ത്യയിൽ ഇപ്പോൾ രൂപപ്പെട്ടു വരുന്ന സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനുമെതിരെ ഫാസിസ്റ്റ് സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന, ഫാസിസം എത്തിക്കഴിഞ്ഞു എന്ന് ഞാൻ പറയില്ല, ഫാസിസ്റ്റ് സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഒരു ആക്രമണം നടന്നുകൊണ്ടിരിക്കുക. അതിനെതിരെ ഒരു വിശാലമായിട്ടുള്ള മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ ഒരു ഉയർച്ച രൂപപ്പെട്ടു വരുന്നുണ്ട്, ഒരു സമരനിര രൂപപ്പെട്ടു വരുന്നുണ്ട്. അതിൽ ഇടതുപക്ഷത്തിൻ്റെ പങ്ക് വളരെ വളരെ നിർണായകമാണ്. ഇടതുപക്ഷം ആണ് അതിൻ്റെ ഒരു ന്യൂക്ലിയസ് എന്ന് പറയാവുന്ന. ഒരു പക്ഷേ പാർലമെൻ്ററി രാഷ്ട്രീയത്തിലോ തെരഞ്ഞെടുപ്പിലോ ഒക്കെ ഇടതുപക്ഷത്തിന് കിട്ടുന്നതിനും അപ്പുറമാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഈ സാഹചര്യത്തിൽ. അത് കൂടുതൽ ശക്തിപ്പെടുകയും കൂടുതൽ പ്രകടമായി വരികയും ചെയ്യുന്ന ഒരു കാലമാണ് ഇനി വരാൻ പോകുന്നത്. കൂടുതൽ ശക്തമായിട്ട് എല്ലാ ആശംസകളും. താങ്ക് യു.